ഒന്ന് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും. അവരാണ് ലഹരി ഉപയോഗിച്ചു എന്ന കേസുള്ളത്. ഇനി അവരിലേക്ക് ലഹരി എത്തിച്ച ആൾക്കാർ, അതിൽ യുവ മോഡലുണ്ട്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേര് ആദ്യമേ കേട്ടിരുന്നു, ഹോട്ടൽ റൂമിലുണ്ടായിരുന്നത്, പിന്നെ സജീർ എന്ന് പറയുന്ന കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതാണ്. ഇനി മൂന്നാമത് ഈ യുവ മോഡല്, ഈ റിയാലിറ്റി ഷോ താരം, ഈ പ്രൊഡ്യൂസറിന്റെ സഹായി, ഒരു നിർമ്മാതാവിന്റെ സഹായി, അങ്ങനെ ഇത്രയും ആൾക്കാർ. ഇത് രണ്ടാം ഘട്ടം, ലഹരി എത്തിക്കുന്ന ആൾക്കാർ, ലഹരി ഇടപാടിലുള്ള ആൾക്കാർ. ഇനി മൂന്നാമത് ഈ വാർത്തയിലൊന്നും പറയാത്ത നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഭാഗക്കാർ കൂടെയുണ്ട്, സംരക്ഷകർ. ഇവരെ ആരാണ് സിനിമയിൽ സംരക്ഷിച്ചു നിർത്തുന്നത്? ഇവർക്ക് ആരാണ് വേണ്ട സഹായം നൽകുന്നത്? ഇവരുടെ കുടുംബമൊക്കെ ഇവരെ സംരക്ഷിക്കുന്നുണ്ട്, അത് നമുക്കറിയാം. ഈ പറയുന്ന ദയനീയമായ അവസ്ഥയിൽ ഈ നടനെ സംരക്ഷിച്ചുകൊണ്ടാണ് മാതാപിതാക്കളൊക്കെ രംഗത്ത് വന്നത്. അവരെല്ലാം പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ലഹരി ഉപയോഗിക്കുന്ന ആളിനെ അതിൽ നിന്ന് മോചിപ്പിച്ചെന്ന് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇയാളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അയാൾ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ കേസ് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഒക്കെ ന്യായീകരിക്കുക, സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പുറമെ സംരക്ഷിക്കുന്ന ചില ആൾക്കാർ കൂടിയുണ്ട്. അത് ഈ മട്ടാഞ്ചേരി മാഫിയയാണ്. മട്ടാഞ്ചേരിയിലെ ചില സംവിധായകൻ, ഹാഷിഷ് സംവിധായകൻ, ഈ പറയുന്ന അയാളുടെ ഭാര്യ, അവരെ സംരക്ഷിക്കുന്ന ഉന്നതനായ മറ്റൊരു നടൻ, അവർക്കൊപ്പമുള്ള ചെറു നടന്മാര്, ഇവരുടെ ഗ്യാങ് കൂടി നിർമ്മിക്കുന്ന ചില സിനിമകളിലെ നിർമ്മാതാക്കള്, ഇങ്ങനെ വലിയൊരു ശൃംഖല ഇതിനകത്തുണ്ട്. അതായത് രാഷ്ട്രീയമായും ഗുണ്ടാപരമായും നിയമപരമായും ഒക്കെ ഇവരെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത്. അവർ സ്ഥിരമായി നിലനിൽക്കുകയും ഈ പറയുന്ന ലഹരി ഒഴുക്കിന് എല്ലാ സഹായം ചെയ്യുകയും ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരൊരിക്കലും വാർത്തകളിലോ ചർച്ചകളിലോ ഇടം പിടിക്കില്ല. അതിന് കാരണം ഇവർക്കുള്ള ഒരു വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഒരു എന്ത് പറയണ, അവിശുദ്ധ ബന്ധം നമുക്ക് അതിനെ വിളിക്കാം. ഉന്നതങ്ങളിലുള്ള അവിശുദ്ധ ബന്ധം. അതായത് പണമായിട്ട് അവർക്ക് വലിയ ശേഷിയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. ഈ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് രാഷ്ട്രീയ മേഖലയുടെ ഉന്നത രംഗങ്ങളിൽ പോലും ഇവർക്ക് സ്വാധീനമുണ്ട്.